ഹലോ നമസ്കാരം, ഹാപ്പി ടൈംസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലേസി സൺഡേ ആണ്. ഞങ്ങൾ വളരെ ലേസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗ്രിൽഡ് ചിക്കൻ്റെ പരീക്ഷണം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മാസ്റ്റർ ഷെഫ് ചിന്നുവാണ്. അപ്പോൾ ചിന്നുവാണ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഇത് പ്ലാൻ ചെയ്തത് ഒരു 4 മണി സമയത്ത്, പക്ഷെ നല്ല മഴയായിരുന്നു. അതാണ് ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ തെറ്റി. അപ്പോൾ ഈ ഉള്ള സെറ്റപ്പിൽ തന്നെ നമുക്കൊന്ന് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ മേക്കിങ്ങിലേക്ക് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗ്രിൽഡ് ചിക്കൻ്റെ മിക്സിംഗ് ആണുള്ളത്. അതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ ആദ്യം ഏതായിട്ടുണ്ട്? പ്രധാനമായിട്ട് ഇന്ന് എൻ്റെ കൂടെ 3 അസിസ്റ്റൻസ് ഉണ്ട്. ഓരോരുത്തരെയും പരിചയപ്പെടുത്തി തരാം. ഇത് തുത്തുരു, ഇത് അപ്പു, ഇതാരാ? പൊന്നുണ്ണി. ഇവര് 3 പേരാണ് എന്റെ അസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ആദ്യം എന്തായിട്ടുണ്ടത്? മുളക് പൊടി. ഓക്കെ, നമ്മൾ മുളക് പൊടി ഇടാൻ പോവാണ്. ഫുള്ള് മുളക് പൊടി ഇട്ടു. പിന്നെ എന്തിട്ട് ഇടണ്ടേ? അപ്പോ ഉപ്പ്. പിന്നെ എന്തിട്ട് ഇടാ? അടുത്ത മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇട്ടു. പിന്നെ അവസാനം നമ്മള് ഗരം മസാല ഇട്ടു. ഇതെല്ലാം കൂടി നമ്മള് ആവശ്യമുള്ള എല്ലാം കൂടി മിക്സ് ചെയ്യും. ഇത് ചമ്മന്തി അല്ല, ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടിയിട്ടുള്ള പേസ്റ്റ് ആണ്. അത് നമ്മൾ ആവശ്യത്തിനുള്ളത് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ആണ്. അതും കൂടി നമ്മൾ ഇതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മള് അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തൈരാണ്. 1 കപ്പ് തൈര് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇതിലിട്ടിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വിനീഗറാണ് നമ്മൾ ഒഴിക്കുന്നത്. വിനീഗർ നമ്മൾ ഒഴിച്ചു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഗ്രിൽ ചിക്കനിലേക്കുള്ള മിക്സിങ് കംപ്ലീറ്റ് ആയി. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. കുറെ ചിക്കൻ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെ ഇത് കഴുകാൻ സഹായിച്ചത് ഞങ്ങളുടെ ജിമ്മളിയനാണ്. ഞങ്ങൾ കഴുകി സഹായിച്ചത്. അപ്പോൾ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പീസിനും എന്താ പറയാ, ഇങ്ങനെ ഓരോ കട്ട് ചെയ്ത് കൊടുക്കണം. അത് മസാലയ്ക്ക് മസാലയ്ക്ക് പിടിക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഈ മിക്സിയിലേക്ക് ഇടുകയാണ്. ഇതെല്ലാം കൂടി നന്നായി നമ്മൾ യോജിപ്പിക്കും. നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞു. മാരിനേഷൻ കഴിഞ്ഞിട്ടുള്ള ചിക്കൻ്റെ ഫോമാണിത്. ഇനി മാരിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂടെ ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിക്കുന്നത് ടേസ്റ്റിന് നല്ലതായിരിക്കും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് 1/2 മണിക്കൂർ നേരം വെക്കാം. തുറന്നു കൊടുക്കളിയാ മസിൽ കണ്ടേ. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് 1/2 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഗ്രില്ലിങ്ങിനുള്ള പ്രോസസ്സ് നോക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഗ്രില്ല് ചെയ്യണം മുമ്പ് നമുക്ക് എന്ത് വേണം? നമുക്കൊരു കനലുണ്ടാകും. അപ്പോൾ കനലിൽ നിന്ന് സാധനം ഞങ്ങൾ ചാർക്കോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു പാക്കറ്റ് രീതിയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു കനലൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാർക്കോൾ കത്തണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കത്തിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് കർപ്പൂരം വെച്ചിട്ടാണ് ഈ സംഭവം കത്തിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തായാലും ടൈം കൊടുക്കും. അപ്പോൾ ഞങ്ങൾ മാരിനേഷൻ വയ്ക്കുന്ന ടൈമിൽ അതിനുള്ളിൽ തന്നെ ഇതിൻ്റെ കനലൊക്കെ ഒന്ന് സെറ്റാക്കാം അല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇടുന്നത് കാണാം. പിന്നെ വേറെ സംഭവം വെച്ചാൽ ഞങ്ങൾ പുറത്താണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ നല്ല മഴ, എപ്പോഴും മഴ മാറിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ വീടിന്റെ മുകൾ ഭാഗമാണ്. ടെറസിന്റെ മുകളിൽ കളികളാണ്. അപ്പൊ ഇത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. ഇനി ടെറസിന് എന്തെങ്കിലും പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ ചെയ്യും അല്ലേ. എന്തായാലും ഞങ്ങൾ ചെയ്യും. ആ ഒരു പരിപാടിയാണ്. അപ്പൊ ഇത് സെറ്റാണ്. അപ്പൊ ഇതിങ്ങനെ പാക്കറ്റിന്റെ ഉള്ളിൽ വേറൊരു പാക്കറ്റായിട്ട് വരുന്നത്. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഇത് ഉപയോഗിക്കുക. കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഇത് കണ്ട ഇങ്ങനെ 3 അടുത്തുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് നന്നായിട്ട് ഉപയോഗിക്കുക. ഇത് ഉണ്ടാക്കാൻ പോകുന്നത്
ചില്ലി ചിക്കനാണ് ചില്ലി ചിക്കൻ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കാം. ചിക്കൻ വെക്കാൻ പോകാം. ചിക്കൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ കുറേശ്ശെ ഓയിൽ ഇങ്ങനെ ആക്കി കൊടുക്കണതിന് ഇനി ചിലപ്പോൾ ഇത് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയോട് കൂടി ഉണ്ടാക്കി ഈ സംഭവം ഞങ്ങൾ ഇനി വെക്കാൻ പോവാണ്. എന്താണെന്ന് എനിക്ക് കണ്ടറിയാം. ഞങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ കനലിന് വേണ്ടി കുറച്ച് നേരം കഷ്ടപ്പെട്ടെങ്കിലും കനലൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. ഫസ്റ്റ് സെക്ഷനിൽ വെച്ച ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ മാറ്റാൻ പോവാണ്. ഞങ്ങൾ 1.5 പീസൊക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്ഷൻ എടുത്ത് മാറ്റിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ അതിലേക്ക് ഇട്ട് കഴിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രിൽഡ് ചിക്കൻ എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞു. കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മിഷൻ സക്സസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ കൂടെ കഴിക്കുന്നത് ബ്രെഡാണ്. ബ്രെഡും കുറച്ച് സലാഡുകളാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ സംഗതി ഉഷാറാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ ഞങ്ങൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സംഭവം നല്ലൊരു സൺഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. സൺഡേസ് എല്ലാവരും ഇതേപോലെയൊക്കെ എൻജോയ് ചെയ്യുക ഫാമിലി ആയിട്ട്. ഓക്കെ. പിന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ബൈ.